ഹേ മൈ ബ്യൂട്ടിഫുൾ, വെൽക്കം ബാക്ക് ടു മൈ പബ്സ് ചാനൽ. ലവ് റീഡിംഗ് ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ സമയം നിങ്ങളെ കാണുന്നത്, എന്താണ് അവരുടെ തോട്ട്സ്, ഫീലിങ്സ് എന്നാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഹൗ ഡു ദേ സീ യു? അവരെങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്? ഓക്കെ, സോ ഒരു സന്തോഷമായിട്ടുള്ളൊരു വേദന എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ചില ഒരു ഹാർട്ട് ടച്ച്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ പേഴ്സൺ നിങ്ങളടുത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ടായിരിക്കണം, ബട്ട് ഒരു സന്തോഷം അവിടെ ഉണ്ടാവുന്നുണ്ട്. കുറച്ച് പ്ലസന്റ് ആയിട്ടായിരിക്കാം ഈ വ്യക്തി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങളുടെ തോട്ട്സിൽ ഈ വ്യക്തി ഉറങ്ങുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്, വിച്ച് മീൻസ് ആ വ്യക്തിയുടെ തോട്ട്സിൽ നിങ്ങൾ ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി അവർ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ അവർ കിടക്കുന്ന സമയം. എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്, എന്താണ് അവരുടെ ഒരു കറന്റ് ഫീലിംഗ്? സോ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കണം. പറഞ്ഞു തീരാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് കംപ്ലീറ്റ് ആവാത്ത ചില കാര്യങ്ങളൊക്കെ. സോ എസ്പെഷ്യലി ആ വ്യക്തി നിങ്ങളെ കാണുന്നതും നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കണം, പക്ഷെ എന്തൊക്കെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, ചില ആളുകൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഈഗോ ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഓർ എങ്ങനെയാണ് എക്സാക്ട്ലി കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് നിങ്ങൾ എങ്ങനെ പ്ലീസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ എന്താണോ ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് എക്സാക്ട്ലി എക്സ്പെക്ട് ചെയ്യുന്നത്, അതുപോലെ ആ വ്യക്തി നിങ്ങളെ ട്രീറ്റ് ചെയ്യാത്തത്, ആ വ്യക്തിക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മേ ബി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. കാരണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫീലിംഗ്സ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് അറിയുള്ളൂ എന്താണ് വേണ്ടതെന്നുള്ളത്. സോ നമുക്ക് എത്ര ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും എപ്പോഴും ആ വ്യക്തിക്ക് നമ്മൾ പറയാതെ കാര്യങ്ങൾ മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ ആരെങ്കിലും ഒരാൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ വ്യക്തി പല രീതിയിലും നിങ്ങളെ ബെറ്റർ ആയിട്ട്, അവർക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആക്കുന്ന കാര്യങ്ങളായിക്കൊള്ളണം എന്നില്ല. സോ നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുക. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാ രീതിയിലും നിങ്ങൾ എന്താണോ ഒരു പറയാൻ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ ഉണ്ടാവണം. കാരണം ഈ വ്യക്തി ആക്ച്വലി എന്താ അറിയില്ല, വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളെ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ടത് എന്ന് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ആ വ്യക്തിക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളുടെ ഈ ഒരു സമയം കാണുന്നുണ്ട്. ചില ആളുകൾ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, വീണ്ടും കോൺവെർസേഷനിൽ ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓർ വെരി സൂൺ നിങ്ങൾ കോൺവെർസേഷനിലേക്ക് വരുന്നുണ്ടായിരിക്കണം. വെരി സൂൺ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വീണ്ടും ഒരു റിയൂണിയനിലേക്കോ അല്ലെങ്കിൽ ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ ഹാപ്പി ആയിട്ട് റീകണക്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലി പേഴ്സൺ ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ ചിലത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് ഈ മെസ്സേജ് ആർക്കൊക്കെയോ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ഹോം ഫീലിംഗ്, സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് ഒരുപാട് സ്നേഹം, വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതും വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ സംസാരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങളുടെ സ്നേഹമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ആ വ്യക്തിയുടെ അടുത്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ വ്യക്തിയും അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എക്സാക്ട്ലി മനസ്സിലാവും. ഓക്കെ, ലൈക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് മേ ബി നിങ്ങൾ പലതവണ, ചില ആളുകൾ നിങ്ങൾ പലതവണ ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, പക്ഷെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. കാരണം നല്ല രീതിയിൽ റീകണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം. ഓക്കെ, സോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ചില ആളുകൾ ഓൾറെഡി നിങ്ങൾ കണക്ട്
ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ഓർ വെരി സൂൺ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത്, കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ളതും ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് ലൈക്ക് നിങ്ങളുടെ പേഴ്സണിന്റെ ഒരു കറന്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണുന്നത്, അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരും പ്രിപ്പയർഡ് ആവുന്നുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, നമുക്കറിയാം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഒരു എഫേർട്ട് അല്ല, അല്ലെ, രണ്ടുപേരുടെയും എഫേർട്ട് അവിടെ ഉണ്ടാവണം. സോ ആ വ്യക്തിക്കും അതുപോലെ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഹൗ ഡു ദേ സീ യു? വളരെ അട്രാക്റ്റഡ് ആവുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത്. ഓൾറൈറ്റ്, ഡെഫിനറ്റ്ലി ഇത് മെജോറിറ്റി ഓഫ് ആളുകൾക്ക് ഇത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, ഫാമിലി, നിങ്ങളുടെ ഫാമിലി പേഴ്സൺ ആണിത്. ഓക്കെ, ഓർ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കാം. നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ചിന്തിക്കാം. നിങ്ങൾ ഒരുമിച്ചിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരുമിച്ചൊരു ഹോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വീട്ടിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. എസ്പെഷ്യലി ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ടൈമിൽ അവരുടെ ഒരു ഫീലിങ്സ്, അവർ നിങ്ങളെ കാണുന്നത് ആ ഒരു രീതിയിലാണ്. നിങ്ങളൊരു ഫാമിലി പേഴ്സൺ ആയിട്ട്, നിങ്ങളൊരു ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ട്, വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, സോ അതാണ് ലൈക്ക് വേറൊന്നും വേണ്ട, ലൈക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് ഈ വ്യക്തി ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതാണ് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. മേ ബി അതുപോലത്തെ മെമ്മറീസ് നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സെൽഫ് ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്, ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പരസ്പരം ഹീൽ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. സോ ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്, യുവർ പേഴ്സൺസ് കറന്റ് സിറ്റുവേഷൻ. പ്രിപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് വെരി സൂൺ എക്സ്പെക്ട് ചെയ്യാം കോൺവെർസേഷൻ. ഓക്കെ, ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കോണ്ടാക്ട് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് ഈ വ്യക്തി ആക്ച്വലി നിങ്ങളെ കൂടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും വെരി സൂൺ ആ വ്യക്തി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുക, ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇഷ്ടങ്ങള്, നിങ്ങളുടെ ഇന്റിമസി, എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിയുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ആരെങ്കിലും ഒരാളെ ഇനീഷ്യേറ്റ് ചെയ്താലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും ഓപ്പൺ ആവാൻ സാധിക്കാം. ഓക്കെ, സോ ആ വ്യക്തി നിങ്ങളടുത്ത് അങ്ങനെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലിസൺ ചെയ്യുക, അത് ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളും അതേ രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വളരെ നല്ല രീതിയിൽ എന്തൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോ നല്ല രീതിയിൽ അത് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ കണക്ട് ചെയ്ത് വരുന്നുണ്ട്, രണ്ടുപേർക്കും അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ലൈക്ക് ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഓക്കെ, ഫാമിലി ആയിട്ട് നിൽക്കാം, ഒരു വീടായിട്ട് ഫീൽ ചെയ്യുക, സ്നേഹം ഫീൽ ചെയ്യുക, അട്രാക്റ്റഡ് ആവുക, അല്ലെങ്കിൽ ഒരു റൈറ്റ് പാർട്ട്ണർ ആയിട്ട് കണക്ട് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു അവസരത്തിലേക്ക് വരുന്ന സമയത്ത് അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓൾറൈറ്റ്, നിങ്ങൾ അങ്ങനെ രണ്ടുപേരും ഒരു മാരേജിന് എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, രണ്ടുപേരും സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ഒരു വീട്ടിൽ സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ വ്യക്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഡൗട്ട് ചെയ്യാതിരിക്കുക, നിങ്ങളും അതുപോലെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.